സുരേഷ് ഗോപിയെ നമ്മൾ ടി വിയിൽ സിനിമയിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും പ്രസിദ്ധമായ പ്രയോഗങ്ങളൊക്കെ തട്ടിക്കയറുന്നതാണ്. അത് ഓർമ്മയുണ്ടോ ഈ മുഖമായാലും, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ആയാലും, ഷിറ്റ് എന്ന് പറയുന്നതായാലും, അദ്ദേഹത്തിൻ്റെ ഒരു ജ്വലിക്കുന്ന യുവത്വം എന്ന അർത്ഥത്തിൽ അധികാരികളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്ന ഒരു തരം ഭാഷ പറയുന്ന ആളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അധികാരികളോടല്ല അദ്ദേഹം സംസാരിക്കുന്നത്, ജനങ്ങളോടാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് പോലും ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഞാനൊരു മാധ്യമത്തിൽ പറയുമ്പോൾ അത് ഞാൻ ആ മാധ്യമത്തോടല്ല പറയുന്നത്, ജനങ്ങളോടാണ്. ഈ ശൈലി അദ്ദേഹത്തിന് ഇപ്പോഴും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്നത്. തൃശ്ശൂർ പ്രചരണത്തിനിടയ്ക്കും ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനു മുമ്പും പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി. സുരേഷ് ഗോപിയുടെ ഈ ശൈലിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നാണ് ശ്രദ്ധയോടെ നമ്മൾ നിൽക്കുന്നത്. കാരണം ഇതുവരെ ഒരുപക്ഷെ അദ്ദേഹം MP പോലുമായിരുന്നില്ല. MP എന്ന് പറഞ്ഞാൽ രാജ്യസഭാ മെമ്പർ ആയാലും അദ്ദേഹം ജനങ്ങളുടെ MP ആയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം MP മാത്രമല്ല, കേന്ദ്ര ക്യാബിനറ്റിലെ ഒരു സഹമന്ത്രിയാണ്. അദ്ദേഹത്തിന് കുറെ കൂടി ഉത്തരവാദിത്തങ്ങളുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നത് മാധ്യമങ്ങളോടാണ്. മാധ്യമങ്ങൾക്ക് നമുക്ക് വിരോധമുണ്ട്. അപ്പോൾ ഡൽഹിയിൽ വെച്ച് സത്യപ്രതിജ്ഞ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ ചില ആശങ്കകളൊക്കെ ഉണ്ടായി നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ചില വിഷമങ്ങളുണ്ടായി. ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചു, അത് കിട്ടിയില്ല. സഹമന്ത്രിയായി എന്നതിലെ മാനസിക രോഷമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒരു ട്രെയിൻഡ് രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട്, പരുവപ്പെട്ട രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഇത്തരം വികാരങ്ങളൊക്കെ മുഖത്ത് വരും. എത്ര നല്ല അഭിനേതാവായാലും. കാരണം വല്ലാതെ മനുഷ്യന് ഫീൽ ചെയ്താൽ അതൊക്കെ മുഖത്ത് വരുമല്ലോ. അത് വരും, അത് തെറ്റില്ല. പക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട്, മീഡിയ വണ്ണോടാണെന്നാണ് എൻ്റെ ഓർമ്മ, അദ്ദേഹം പറഞ്ഞത്, ചോദ്യത്തിന് പറഞ്ഞ മറുപടി, ഭരണഘടന നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ, ഭരണഘടനാനുസൃതമായല്ലേ വരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തട്ടിക്കയറേണ്ട കാര്യമില്ല. കാരണം ആ ചോദ്യം രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമാണ്. മോദി സർക്കാരിനെതിരെ, NDAക്കെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ ആരോപണം അത് ഭരണഘടനാ സ്ഥാപനങ്ങളെ വിലവയ്ക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പ്രചരണത്തിൽ മുഴുവൻ ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്, ഇന്നലെ വയനാട്ടിൽ പോലും അങ്ങനെ തന്നെയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഭരണഘടന ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു എന്ന് കാണുക. ആ ചോദ്യം ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തകയോട് ഒരു രാഷ്ട്രീയ നേതാവ് പറയാൻ പാടില്ലാത്ത മറുപടിയാണത്. അങ്ങനെ പറയാൻ അത് മാത്രമല്ല, അദ്ദേഹത്തിന് മൊത്തം ഒരു അസ്വസ്ഥത ആകെ ഉണ്ടായതായി നമ്മൾ കാണുന്നുണ്ട് യാത്രയിലുടനീളം. ഇത് ഒരിക്കലും ഒരു മന്ത്രി എന്ന നിലയ്ക്ക് യോജിച്ചതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വെറും രാഷ്ട്രീയ നേതാവ് പോലുമല്ല, അദ്ദേഹം സിനിമാക്കാരനല്ല, MP പോലും മാത്രമല്ല, മന്ത്രിയാണ്. കേരളത്തിന് 2 മന്ത്രിമാരെ കിട്ടിയതിൽ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ മന്ത്രിമാരെ കിട്ടുന്നതിൽ അത്ര വലിയ സന്തോഷമുള്ള ആളൊന്നുമല്ല. കാരണം മന്ത്രിയല്ല പ്രധാനം. മന്ത്രിമാർക്കാകെ ചെയ്യാവുന്നത് അവരുടെ വകുപ്പുകളിൽപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. ശ്രീ സുരേഷ് ഗോപി തന്നെ പറഞ്ഞത് 10 വകുപ്പുകളുടെ സെക്രട്ടറിമാർ എൻ്റെ നിയന്ത്രണത്തിലുണ്ടാവും, അവരെ കൊണ്ടൊക്കെ കേരളത്തിൽ കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. ഇപ്പോൾ 10 സെക്രട്ടറിമാരുണ്ടാവുമോ എന്നറിയില്ല. ഒരുപക്ഷെ പെട്രോളിയം വകുപ്പിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വകുപ്പിലുള്ള 10 സെക്രട്ടറിമാർ അദ്ദേഹത്തിന് കൂടെ ഉണ്ടാവും. അതല്ലല്ലോ ചോദ്യം. എന്തായാലും നിൽക്കട്ടെ. ഇനി പെട്രോളിയം മന്ത്രി എന്ന നിലയിൽ കേരളത്തിന് അദ്ദേഹം എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നില്ല. കാരണം പെട്രോളിന്റെ ഡീസലിന്റെ വില നിശ്ചയിക്കുന്ന കാര്യത്തിലൊന്നും ഇവര് കമ്പനികൾക്ക് വിട്ടുകൊടുത്തേക്കാണ്. അതിപ്പോൾ സുരേഷ് ഗോപി ഒരാൾ വിചാരിച്ചാൽ കേരളത്തിൽ മാത്രം ഇങ്ങനെ പെട്രോളിന്റെ വില കുറയ്ക്കാൻ പറ്റുക, ഡീസലിന്റെ വില കുറയ്ക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ സംഭവിക്കുക എന്താണ്? സംഭവിക്കുക അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ കൊല്ലത്ത് തീരത്ത് പെട്രോൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല കൊല്ലത്ത് തീരത്ത് പെട്രോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ കാണേണ്ടത്, അദ്ദേഹത്തിന് പെട്രോളിയം മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം ആലോചിക്കണം. ഇപ്പം റെയിൽവേ വികസനത്തിനോ കേരളത്തിന്റെ മറ്റ് അടിസ്ഥാനപരമായ വികസനങ്ങൾക്കോ ഒക്കെ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. റെയിൽവേ വികസനത്തിന് റെയിൽവേ ഒരുപാട് വികസനം ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ വികസനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളീയർക്ക് അദ്ദേഹം എന്തായാലും മന്ത്രിയാണല്ലോ. 5 കൊല്ലം നമ്മുടെ നികുതി പണം ശമ്പളം വാങ്ങാതിരിക്കുക എന്തോ കിട്ടുന്നൊരു മന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് കഴിയട്ടെ. അല്ലാതെ അഹങ്കാരത്തോടു കൂടി അദ്ദേഹം ഇനി സംസാരിക്കരുത് എന്നാണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.